വണക്കം. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ആലപ്പുഴയിൽ പോയപ്പോൾ നമുക്കറിയാം കേരളത്തിൽ 20 എം പിമാരുണ്ട്. ഈ 20 എം പിമാരുടെ പുറകെ ഒന്നും മാധ്യമങ്ങളെ ചലിക്കാറില്ല. മാധ്യമങ്ങൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു എം പി, കേരളത്തിൻ്റെ BJPയുടെ ആദ്യത്തെ എം പി ആണല്ലോ. എം പി ആണ്, കേരളത്തിലെ ആദ്യത്തെ BJPയുടെ എലക്റ്റഡ് ആയിട്ടുള്ള കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കണം എന്നുള്ളതുകൊണ്ട് സുരേഷ് ഗോപി നടക്കുന്നത് കണ്ടോ, ഇരിക്കുന്നത് കണ്ടോ, സുരേഷ് ഗോപി തല ചൊറിയുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാർ സുരേഷ് ഗോപിയുടെ പുറകെ വച്ച് പിടിക്കുകയാണ്. പിന്നെ സുരേഷ് ഗോപിക്ക് ഒരു ആശ്വാസം കിട്ടിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചപ്പോഴും പിന്നെ MLA ഇലക്ഷനിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 MLAമാർ BJPക്ക് വന്നപ്പോഴുമാണ് യുവമാറ്റി സുരേഷ് ഗോപി എടുത്ത് കാണിക്കുന്ന മുടയും കൊണ്ട്, സുരേഷ് ഗോപി ഷോർട്ട് ടെമ്പേർഡാണ് സ്വാഭാവികമായിട്ട്, ആ മുടയും കൊണ്ട് മേയർ VV രാജേഷിൻ്റെ അടുത്ത് പോയതാണ്. അങ്ങനെയാണെങ്കിൽ ആണിച്ച് അണ്ണാക്കി ഇട്ട് കൊടുക്കും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് ചൊറിയാൻ പോവാറില്ല. അതുകൊണ്ട് അതായത് നേരത്തെ സുരേഷ് ഗോപി ഒറ്റയ്ക്കേ ഉള്ളായിരുന്നുവെങ്കിൽ ഈ മാധ്യമങ്ങളുടെ ആക്രമണം വീതിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു മേയറുണ്ട്, പോരാത്തതിന് BJPക്ക് 10-50 കൗൺസിലർമാരുണ്ട്, പോരാത്തതിന് 3 MLAമാരുണ്ട്. അങ്ങനെ പല 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 സ്ട്രീംസായി BJPക്ക്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ പിറകെ പലപ്പോഴും ഇപ്പോൾ ഇവന്മാർ പോകാറില്ല. ആക്രമണം ഒന്ന് കുറച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ആലപ്പുഴയിലെത്തിയപ്പോൾ ആലപ്പുഴയിൽ സുരേഷ് ഗോപിക്ക് ചുറ്റും അവിടെയുള്ള കുടുംബശ്രീ യൂണിറ്റിലെ സ്ത്രീകൾ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ സ്ത്രീകൾ സുരേഷ് ഗോപിയെ വളയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സ്വാഭാവികമായിട്ടും അവരൊരു പരാതി ബോധിപ്പിക്കാനാണ് സുരേഷ് ഗോപിയുടെ പിറകെ വളഞ്ഞത്. ആ പരാതി ബോധിപ്പിച്ചപ്പോൾ സുരേഷ് ഗോപി അവരെ തിരിച്ച് ഞെട്ടിച്ചു. എങ്ങനെയാണെന്ന് ആ വീഡിയോ ഉണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ശമ്പളം കിട്ടിയിട്ട് അത് പറയാനാ വന്നത്. ഓണമാണ് സാറേ, ഞങ്ങളുടെ അതോറിറ്റിയാണ് ഇത്. സാറേ ഞങ്ങൾക്ക് ഓണമാണ്, ഞങ്ങൾക്ക് ഓണം ഉണ്ണാൻ മുടക്കം വരുത്തിയിട്ടുണ്ടോ? ഓപ്പണായിട്ട് പറയാം. മോദി പൈസ തരുന്നില്ല എന്ന് പറഞ്ഞല്ല. ഇവരുടേത് ടൂറിസത്തിൽ നിന്ന് വരുന്ന ഫണ്ടാണ്. അപ്പൊ അതിൽ ആദ്യത്തെ 1.5 മാസത്തെ അവർ കൊടുത്തു, ബാക്കി ഓർഡർ ആയിട്ടുണ്ട്. നാളെയായിട്ട് വരും. അതെ, ഇനിയിപ്പോ തിങ്കളാഴ്ച ഞങ്ങൾക്കിപ്പോ ഉത്സവത്തെയൊക്കെ അലോട്ട് ആയിട്ടുണ്ട്. സാറ് ഞങ്ങൾക്ക് ഒരുപാട് നമ്മൾ വീണ്ടും റിമൈൻഡർ ലെറ്റർ വീണ്ടും കൊടുത്തിട്ടുണ്ട്. എത്രയാണ് വരേണ്ടത്? അതല്ല, ഇപ്പൊ എത്രയാണ് അവർക്ക് വന്നാൽ കൊടുക്കാൻ പറ്റുന്ന ഓണത്തിന് മുമ്പ്? കൊടുക്കാൻ പെൻഡിംഗ് ഉള്ളത് ഏപ്രിൽ, മെയ്, ജൂൺ. എത്ര എമൗണ്ട് നിങ്ങൾ ട്രഷറിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാശ് അവർക്ക് ഡിസ്ബേഴ്സ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന കാശ് എത്രയാണ്? 53 പേരാണ്. 54 പേർ 15 ഇൻറ്റു 4 മാസമല്ലേ മുടക്കം? ഇൻറ്റു 4 32 lakhs. 32 lakhs ഞാൻ ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്ത് എനിക്ക് റീഇംബേഴ്സ് ട്രഷറിക്ക് അതിന്റേതായ ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട്, എനിക്കറിയാം. അപ്പൊ let us not put pressure on the treasury. You have this money, you give it to them for Onam celebrations. Instead, you have to assure me that you will reimburse it. Done? ഒരു അക്കൗണ്ടിലേക്ക് ഇടും, പറഞ്ഞാൽ മതി. ഒരു അക്കൗണ്ടിൽ സാർ ഇടും, അത് ഡിസ്ബസ് ചെയ്യുന്നുണ്ട്. ഇവരുടേത് എല്ലാവരുടെയും ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്ക് ഒരു മാർഗ്ഗമില്ലെന്ന് 5-6 മാസം കൊണ്ട് ഞങ്ങൾ കിടന്ന് പാടുപെടുവാണ്. ഒരു വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണ്, ഒറ്റടുത്തൊരു വേലയെടുത്തുകൊണ്ടൊന്നും ജീവിക്കുന്നവരാണ്, അന്നന്ന് കഴിയാൻ പോലും നിവർത്തിയില്ലാത്തവരാ. അപ്പൊ ഞങ്ങൾ കടം മേടിച്ച് കുഴഞ്ഞ് ഇനി കടം തരാൻ ആരുമില്ല ഞങ്ങൾക്ക്. അപ്പൊ ഇപ്പൊ സുരേഷ് ഗോപി സാർ വന്ന് ഇത്രയും ചെയ്തതിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ആലപ്പുഴ നഗരസഭയിലെ സംസ്ഥാനത്ത് ആർക്കും പൈസ വന്നിട്ടില്ല? 14 ജില്ലയ്ക്കും വന്നിട്ടില്ല. ഓക്കെ. ഇതാണ് സുരേഷ് ഗോപി അവിടെ ചെയ്തത്. അതായത് അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. 4 മാസമായി അവർക്ക് ശമ്പളം കിട്ടിയിട്ട്, ആ 4 മാസമായി ശമ്പളം കിട്ടി ഓണമാണ് വരുന്നത്, നമുക്ക് ഓണം ആഘോഷിക്കാൻ ഒരു വഴിയുമില്ല. അവർ ലിറ്ററലി പറഞ്ഞതെന്ന് പറഞ്ഞാൽ, സാറേ ഞങ്ങൾക്ക് ഓണത്തിന് ഞങ്ങൾ പട്ടിണിയായി പോകും, ഓണം ഉണ്ണാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നില്ല. മാധ്യമങ്ങളൊക്കെ അവിടെ സത്യം പറഞ്ഞാൽ മറ്റേ മൈക്കൊക്കെ തേച്ച് മിനിക്ക് വെച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ സുരേഷ് ഗോപി പറയും, അതിന് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങൾ പോയി VD സതീശനോട് പറയൂ, അല്ലെങ്കിൽ നിങ്ങൾ ടൂറിസം മന്ത്രി അവരോട് പറയും.
സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാനായിരുന്നു സുരേഷ് ഗോപിയുടെ സ്ഥാനത്താണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരാത്തൊരു കാര്യം നമ്മളോട് വന്ന് കുറേ സ്ത്രീകൾ പറയുകയാണ്. അതായത് ഞാൻ കേന്ദ്രമന്ത്രിയായിട്ട് ഇരിക്കുകയാണ്, പെട്രോളിയം വകുപ്പിൻ്റെ മന്ത്രിയാണ്, അങ്ങനെ തൃശ്ശൂരുള്ള MP ആണ്, ആലപ്പുഴയുള്ള MP പോലുമല്ല. അങ്ങനെയുള്ള ഞാൻ അവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ സ്ത്രീകൾ വന്നിട്ട് എന്നോട് പരാതി പറയുകയാണ്, ഞങ്ങൾക്ക് ഓണം ഉണ്ണാൻ പറ്റുന്നില്ല സാറേ, ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കും. അങ്ങനെ ഒരു MPമാരും ഒരു MLAമാരും ഇവിടെ ഉള്ളത് ചെയ്യില്ല. അങ്ങനെ ചെയ്യില്ല എന്ന് മാത്രമല്ല, ഇവരെ ആട്ടി ഓടിച്ച് വിടുകയും ചെയ്യും. അതാണ്. അല്ലെങ്കിൽ ഇവരൊരു ഇളിഞ്ഞ ചിരി ചിരിക്കും. നമ്മുടെ MPമാരോ MLAമാരോ ഇളിഞ്ഞ ചിരി ചിരിക്കും. നമ്മൾ പറയും പരിശോധിക്കാം. ചില MLAമാർ വ്യത്യസ്തമാണ്, നടത്തി തരാമെന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി തരാം ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞ് പോകലാണ് പതിവ്. പക്ഷേ സുരേഷ് ഗോപി അവിടെ നിന്ന് ചെയ്തത് കൃത്യമായിട്ട് ആളെ വിളിച്ചു. നരേന്ദ്രമോദി പൈസ തരുന്നില്ലെന്ന് ചോദിച്ചു. പൈസ തരുന്നില്ലെങ്കിൽ ഇപ്പം പറയണമെന്ന് പറഞ്ഞു. 32 ലക്ഷം രൂപ സുരേഷ് ഗോപി തൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത ആ സ്ത്രീകൾക്ക് അവർക്ക് ഓണമുണ്ണാനായി അവർക്ക് എന്ത് കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവർക്ക് ശമ്പളം ഇടാനായിട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം ഇപ്പോൾ ഇതാണ് അത്യാവശ്യം. അതിനുശേഷം ഇവരുടെ ബില്ല് ട്രഷറിയിൽ നിന്ന് പാസ്സായി വരുമ്പോൾ ഈ പൈസ എനിക്ക് റീഇംബേഴ്സ് ചെയ്ത് തരണം. പക്ഷേ ഇപ്പോൾ ഇതാണ് ആവശ്യം. ഇപ്പോൾ അവർക്ക് ഓണം ഉണ്ണണം, അതാണ് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി ഇത് ചെയ്യുന്നത്. മാധ്യമങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ പ്ലിങ്ങിപ്പോയി എന്നുള്ളത് വേറൊരു കാര്യം. സുരേഷ് ഗോപി അവരോട് ഇതെൻ്റെ പണിയേ അല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഇത് ചെയ്യേണ്ട കുറേ ഏമാമാരുണ്ടല്ലോ, ഇതൊരു സിസ്റ്റമാണ്, ഇത് ചെയ്യേണ്ട കുറേ ഏമാമാർ രക്ഷപ്പെട്ടു പോയത്. മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ കടിച്ചു കീറാനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. സുരേഷ് ഗോപി ഇതെൻ്റെ പണിയേ അല്ല എന്ന് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയെ എന്ത് ചെയ്യാം? ആക്രമിക്കാം. ഇതിൻ്റെ പേരിൽ വളഞ്ഞിട്ട് ആക്രമിക്കാം. ഇതിൻ്റെ പേരിൽ വളഞ്ഞിട്ട് ആക്രമിച്ച് ഒരു ടോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇവർക്ക് കൊടുക്കാനുള്ള ശമ്പളത്തിലേ കോൺസെൻട്രേറ്റ് ചെയ്യാതെ സുരേഷ് ഗോപിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സുരേഷ് ഗോപിയെ ബോഡി ഷെയിം ചെയ്യുക, സുരേഷ് ഗോപിയെ തെറി വിളിക്കുക, സുരേഷ് ഗോപിയെ മറ്റേ ജാതി പറഞ്ഞ് കളിയാക്കുക, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ അങ്ങ് പോകായിരുന്നു. അപ്പോഴും ഇവരുടെ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് പരിഹരിക്കാത്ത ആ സിസ്റ്റത്തിനെ മാധ്യമങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുരേഷ് ഗോപി എടുത്ത് കൊടുത്തപ്പോൾ മാധ്യമങ്ങൾ സൈലൻ്റായി. ഒരു മാധ്യമം പോലും ഈ വാർത്ത അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഒരു മാധ്യമത്തിൽ പോലും ഇതില്ല എന്നുള്ളതാണ്. നേരത്തെ നമ്മുടെ കമ്മിക്കുട്ടന്മാരിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ മുഹമ്മദ് റിയാസ് മരുമോനായിരുന്നല്ലോ, ഇപ്പോൾ ED അള്ളിക്കൊണ്ടു പോകാൻ നടക്കുന്ന ആ മരുമോനാണ് ടൂറിസം മന്ത്രിയായിട്ടിരുന്നത്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കമ്മികൾക്ക് ഇതൊക്കെ ഒരു ഗൗരവ പ്രശ്നമാണ്. ആ ഗൗരവ പ്രശ്നമായിട്ട് കണ്ട് ഇവന്മാർ ഓടി വന്ന് ബില്ല് പാസ്സാക്കി കൊടുത്തേ. അങ്ങനെ സെറ്റപ്പൊക്കെ അവർ ചെയ്തേനെ. പക്ഷേ ഇപ്പോൾ VD സതീശൻ സർക്കാർ ഈ പൈസ കൊടുത്തിട്ടില്ല, മാധ്യമങ്ങളത് ചോദ്യം ചെയ്യുന്നില്ല. സുരേഷ് ഗോപി എടുത്ത് കൊടുത്തപ്പോൾ ഇവന്മാർക്ക് മിണ്ടാട്ടോ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നല്ലേ ഈ പൈസ എടുത്ത് കൊടുത്തത്. ചില ആൾക്കാർ ഇവിടെ നിന്ന് സംസാരിക്കുന്ന കേട്ടാൽ സുരേഷ് ഗോപി അവിടെ ചെന്ന് ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഓട് പൊളിച്ചിറങ്ങി വന്നിരുന്നു എന്നാണ് പല ആൾക്കാർ സംസാരിക്കുന്നത്. ഓട് പൊളിച്ചിറങ്ങി വന്നിരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അങ്ങേരെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താണ് ചിലവാക്കുന്നത് എന്ന് അങ്ങേർക്ക് അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി പറയാനായിട്ട് സാധിക്കും. അന്തസ്സും അഭിമാനത്തോടു കൂടിയും പറയാൻ സാധിക്കും. വേറെ എത്ര ആൾക്കാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പ് ജനങ്ങളിത് കാണണം. കേരളത്തിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ മനഃപൂർവ്വം ഡിഫൈൻ ചെയ്യാനായിട്ട് സുരേഷ് ഗോപി ഇരുന്നപ്പം കസേര തുടച്ചു, സുരേഷ് ഗോപി പപ്പടം പൊടിച്ചപ്പോൾ പപ്പടം തെറിച്ചു, സുരേഷ് ഗോപി പായസം നക്കിയപ്പോൾ സുരേഷ് ഗോപി 4 കൈ ഉപയോഗിച്ചില്ല 2 കൈ ഉപയോഗിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ ഇവിടെ കിടന്ന് പോണ പോക്കിലെ ബഹളമാണ്. ആ ബഹളത്തിൻ്റെ ഇടയിൽ ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ ഇവന്മാർ അണ്ണാക്കി പിരിവെട്ടും, ഇവന്മാരത് ബോധപൂർവ്വം മുക്കും. പക്ഷേ അങ്ങനെ മുക്കരുത്, മുക്കുന്നതൊക്കെ നമ്മൾ പൊക്കും. അപ്പോൾ ശരി.